ചെവി കേൾക്കാത്ത കുട്ടികൾ പിന്നെ അവർക്ക് പഠിക്കാനുള്ള ഗ്രൂപ്പ് സിസ്റ്റം, ഹിയറിംഗ് സിസ്റ്റം എല്ലാ ക്ലാസ്സുകളിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അധ്യാപകർ ആംഗ്യഭാഷയും അതോടൊപ്പം തന്നെ ഹിയറിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ക്ലാസ് എടുക്കും. കാഴ്ചയില്ലാത്ത കുട്ടികൾ ബ്രെയിൽ ലിപി ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. അവർ തൊട്ട് നോക്കി പഠിക്കുന്നൊരു രീതിയാണ്. പിന്നെ കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം കൊടുക്കുന്നുണ്ട്. ഭക്ഷണം, താമസം, ചികിത്സ എല്ലാം സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാഠ്യവിഷയത്തിന് പുറമെ കൈത്തൊഴിലുകൾ, ബാസ്ക്കറ്റ് നിർമ്മാണം, മെഴുതിരി നിർമ്മാണം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഒരു അവാർഡ്, ജില്ലയിലെ ഏറ്റവും നല്ല വികലാംഗ സ്ഥാപനം എന്ന നിലക്കുള്ള അവാർഡ് നമുക്ക് കിട്ടിയിരുന്നു. എല്ലാ ജാതിമതത്തിനതീതമായിട്ട് നമ്മൾ യതീംഖാന പാവങ്ങളുടെ, വികലാംഗരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയാണ്. WMOയുടെ സമയോചിതവും ദീർഘവീക്ഷണപരവുമായ സമീപനം പല അനാഥർക്കും അഗതികൾക്കും വഴികാട്ടിയായിട്ടുണ്ട്. അവരിൽ ഒരാളാണ് അബ്ദുൽ സലീം. WMOയുടെ മകനായ സലീമിന് പറയാനുള്ളത് ഇതാണ്. 4ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ പിന്നെ ഇങ്ങനെ കാലിന് ഒരു വേദനയൊക്കെ ഉണ്ടായി. പിന്നെ അതിനെ തുടർന്ന് മുഴയൊക്കെ ആയി, വലിയ വേദനയും മറ്റൊക്കെ ഉണ്ടായി. റിസൾട്ട് അറിഞ്ഞ സമയത്ത് ഇങ്ങനെ ക്യാൻസറാണ്, കുറച്ച് മേലേക്ക് പിന്നെയും ബാധിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ അവർ രക്ഷയില്ലാണ്ട് പിന്നെ മുറിക്കാനല്ലാണ്ട് യാതൊരു ഇതില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തെ സമയം കൊണ്ട് കട്ട് ചെയ്തതാണ്. പഠിച്ചതിനോട് അധികം 24 മണിക്കൂർ എല്ലാം പ്രാർത്ഥനയായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഞങ്ങൾക്ക് സലീമിനെ ഒരു വിധത്തിൽ തിരിച്ചു കിട്ടിയത്. കുന്നിൻ ചെരുവിലെ ഈ ഒറ്റപ്പെട്ട വീട്ടിൽ തന്റെ സ്വപ്നങ്ങളെയൊക്കെ വയൽ വരമ്പിനപ്പുറമിരുത്തി സലിം നിരാലംബരായ തന്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു ദുഃഖമായി അപ്പോഴേക്കും മാറിക്കഴിഞ്ഞിരുന്നു. അവിടേക്കാണ് WMOയുടെ സാരഥികൾ സലിമിനെ തേടിയെത്തിയത്. ഞാൻ വീട്ടിൽ കുറേ ദൂരമാണ് സ്കൂളിലേക്ക്, അപ്പോൾ നടന്നു പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ സലീം കോലത്തെ ഭാരവാഹികൾ വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർ എന്നെ ഇവിടെ കൊണ്ടുവന്നു. കാരണം അവിടെ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, നിർത്തിപ്പോകുന്നതൊക്കെ വിചാരിച്ച സമയത്തായിരുന്നു ഇവർ എനിക്കൊരു ആശ്രയമായിട്ട് എത്തിയത്. അങ്ങനെ എനിക്ക് പല കഴിവുകളുണ്ടെന്ന് ഞാൻ തന്നെ അറിയുന്നത് ഇവിടെ വന്നിട്ടാണ്. ഞാനിപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ആഗ്രഹം ഡോക്ടറാണെന്നാണ്. കാരണം എൻ്റെ രോഗമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഇങ്ങനെ പലരുടെയും രോഗങ്ങൾ ഇല്ലാണ്ടാക്കി എനിക്ക് പിന്നെ എല്ലാവർക്കും ഒരു ആശ്വാസം നൽകാൻ കഴിയുമല്ലോ. സമൂഹത്തിലായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയാണെങ്കിലും കൂടിയാണെന്ന് കരുതിക്കൊണ്ട് ആണ് എൻ്റെ ആഗ്രഹം. അതിന് ഈ യതീംഖാന എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്.
ഇത് സലീമിന്റെ പുനർജന്മമാണ്. WMOയിലെ മറ്റു കുട്ടികളോടൊപ്പം അവൻ അവന്റെ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ്, വറ്റാത്ത പ്രതീക്ഷയുടെ ഒരു ചെറുപുഞ്ചിരിയുമായി. സലീമിനെ പോലെ പലരുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആശാകേന്ദ്രമാണ് ഇന്ന് WMO. ഇന്നത്തെ മാറുന്ന സാമൂഹിക സാഹചര്യത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി WMO വിഭാവനം ചെയ്ത വിദ്യാഭ്യാസ സ്ഥാപനമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓർഫനേജിലെ സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താനും സ്വയം പര്യാപ്തമാകുന്നതിനോടൊപ്പം വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനുമായി WMOയ്ക്ക് ഓട്ടിപ്സ് എന്ന ഒരു സംരംഭം തന്നെയുണ്ട്. ഓട്ടിപ്സിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ് വുഡ് ഇൻഡസ്ട്രീസ്. ഈ സോമിലിൽ തന്നെ ഓർഫനേജിലെ കുട്ടികളുടെ തൊഴിൽ പരിശീലനത്തിനുള്ള അവസരവും ഇങ്ങനെ സാധ്യമാക്കുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ തൊഴിൽ പരിശീലനം എന്ന നിലയിൽ വിഭാവനം ചെയ്ത സ്ഥാപനമാണ് മുട്ടിലെ ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓർഫനേജിലെ പെൺകുട്ടികൾ തന്നെയാണ് ഈ സ്ഥാപനത്തിൽ അധികവും ജോലി ചെയ്യുന്നത്. പുതിയ സാങ്കേതിക വിദ്യ ഓർഫനേജിലെ കുട്ടികൾക്ക് സാധ്യമാക്കാൻ WMOയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് തെളിവാണ് ഈ ഓഫ്സെറ്റ് പ്രസ്. കുട്ടികൾക്ക് അവരുടെ സർഗപരമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരാനും അതിനെ വളർത്തി ഭാവിയിലേക്ക് പ്രയോജനകരമാകത്തക്ക വിധത്തിൽ പരിപോഷിപ്പിച്ചെടുക്കാനും ആവശ്യമായ സാഹചര്യം WMOയ്ക്ക് ഇവിടെ ഒരുക്കിക്കൊടുക്കാൻ സാധിച്ചിരിക്കുന്നു. കൂടാതെ ഗ്രാമത്തിലെ ജനങ്ങൾക്കെല്ലാം പ്രയോജനകരമാകത്തക്ക വിധത്തിലുള്ള റൈസ് ആൻഡ് ഫ്ലോർ മിൽ, ഓർഫനേജിലെ കുരുന്നുകുട്ടികൾക്ക് വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതും WMOയിൽ തന്നെയാണ്. സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഈ ബിസ്ക്കറ്റിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. കൂടാതെ കുട്ടികൾക്ക് എഴുതുവാനുള്ള പേനയും WMOയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു. നമ്മുടെ ആഹാരത്തിലെ പ്രധാന പോഷകാഹാരമായ പാൽ പരിശുദ്ധമായി WMOയുടെ കീഴിലുള്ള പശു വളർത്തൽ കേന്ദ്രത്തിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ലഭിക്കുന്നു. ഇന്നത്തെ